അതിനെല്ലാവിധ പിന്തുണ നൽകിയ ശ്രീ കെ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രവർത്തകരെയും പ്രത്യേകം നൽകിയ ഞാൻ ഈ അവസരം ആദ്യം തന്നെ വിനിയോഗിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ വിനിയോഗിച്ചുകൊണ്ട് പരിപാടി സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. മെൻസ്ട്രൽ കപ്പുകളുടെ വിനിയോഗം പ്രോത്സാഹിപ്പിക്കാനുള്ള ആർത്തവ ശുചിത്വ ബോധവൽക്കരണ പരിപാടി സംസ്ഥാനത്തിന് ഏറ്റവും മാതൃകാപരമായി നടപ്പിലാക്കിയ ഗ്രാമസഭയിൽ നമ്മുടേതാണ്. അങ്ങനെ കേരള സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കൊടുത്തിരുന്നു. ആ തുടക്കം കൊടുത്തതിന്റെ ഭാഗമായി നമുക്കും കുറേയേറെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കർമ്മ പദ്ധതി തന്നെ തയ്യാറാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഒരു പരിസ്ഥിതി മഹോത്സവം ഇവിടെ സംഘടിപ്പിക്കാൻ നേതൃത്വമുള്ള വാഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. പദ്ധതി വർഷത്തിൽ വളരെ മാതൃകാപരമായ ഒരു പ്രോജക്റ്റാണ് ഗ്രാമപഞ്ചായത്ത് എത്തിയിരിക്കുന്നത്. പരിസ്ഥിതി മഹോത്സവം എന്ന ഈ പ്രോജക്റ്റ് വളരെ നമ്മുടെ സാഹചര്യത്തിന് വളരെ അനുയോജ്യമായ ഒരു പദ്ധതിയാണ്. അപ്പം മറ്റ് ഗ്രാമപഞ്ചായത്തുകളൊക്കെയാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പരിസ്ഥിതി പ്രവർത്തകരെയും ഹരിതകർമ്മസേനയെ ആദരിക്കുക എന്നീ കാര്യങ്ങൾ കടന്നു പോയി. ഇതെല്ലാം മാതൃകാപരമായ പ്രവർത്തനമാണ് വാഴൂർ പഞ്ചായത്ത് ഇവിടെ കാട്ടിയിരിക്കുന്നത്. പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളും ഒറ്റക്കെട്ടായി ഒരു ചന്ദ്രക്കോട്ട മഴ പോലെ ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ സാധിച്ചത്. അതിന്റെ പിന്നിൽ പരിസ്ഥിതി പ്രവർത്തകനായ ബീനസാറിന്റെ കൈകളുണ്ടെന്നുള്ളത് വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യമാണ്. എല്ലാവരും ഒത്തൊരുമയോടെ ഈ പ്രോജക്റ്റ് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ ജഗദീശന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കൂടുതൽ സെമിനാറുകൾ, കൂടുതൽ വിഷയങ്ങൾ അവതരിപ്പിക്കാനും നല്ല ക്ലാസ്സുകൾ ഒക്കെ ഇവിടെ പുറകെ ഇന്ന് നാളെയായിട്ട് വളരെ വിലപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളോടൊന്ന് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു അവസരമാണ്. ആ അവസരം നിങ്ങൾ പാഴാക്കാതെ, വർത്തമാനം പറഞ്ഞിരിക്കാതെ ഇവിടെ കിട്ടുന്ന അറിവുകൾ നിങ്ങൾക്ക് കിട്ടിയ ബുക്കുകളിൽ കുറിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഇത് ഭാവിയിൽ നടപ്പിലാക്കാൻ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. ഇന്നത്തെ ഈ കുഞ്ഞുങ്ങളാണ് ഭാവിയിൽ ഈ കാര്യങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും നമ്മുടെ സ്റ്റേറ്റിൽ പോലും നടപ്പിലാക്കേണ്ട കുഞ്ഞുങ്ങളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അവരിതിന്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ പഠിച്ച് ചെറുപ്പത്തിൽ കിട്ടുന്ന അറിവ് നമുക്ക് ജീവിതത്തിലുടനീളം നിലനിൽക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിലപ്പെട്ട അറിവുകൾ കുറിച്ചു വെച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രായോഗികമാക്കണമെന്ന് മാത്രമല്ല, നിങ്ങളുടെ അടുത്തുള്ള സുഹൃത്തുക്കളായ കുട്ടികളും വീട്ടിലും ഒക്കെ പോയി പങ്കുവെച്ച് ഇത് സമൂഹത്തിന്റെ ഒരു ആവശ്യമാക്കി മാറ്റണം. പണ്ടുള്ളവർ സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ പറയും, എന്തൊക്കെയാണോ പൂർവിക വളരെയേറെ കാര്യങ്ങൾ പറയുകയുണ്ടായി. വീണ്ടും ആവർത്തന നിങ്ങളുടെ സമയം ഞാൻ അനുഭവിക്കുന്നില്ല. എന്നിരുന്നാലും ഇത്തരത്തിലൊരു പ്രവർത്തനം ജൈവ പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ ഒരു നാമെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടി ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ തോന്നിയ പഞ്ചായത്തിൻ്റെ ഈ ഒരു പ്രവർത്തനം എന്തുകൊണ്ട് വളരെ പ്രശംസനീയമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവരിലേക്ക് നമുക്ക് വാക്കുകൊടുക്കാനാവുക എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനം എല്ലാവരും ആശംസകളും തന്നെ ഇവിടെ നടക്കുന്ന 2 ദിവസത്തെ പരിപാടികൾ സസൂക്ഷ്മം ശ്രദ്ധിച്ച് നമ്മുടെ ഭാവി എങ്ങനെ നമ്മുടെ വീടും അല്ലെങ്കിൽ പരിസരവും അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയും ഒക്കെ എങ്ങനെ പരിപാലിക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായ അറിവുകൾ നമുക്ക് പറഞ്ഞു തരുവാൻ, പരിസ്ഥിതിയെ പറ്റി ചർച്ച ചെയ്യുവാൻ ഒരുപാട് ആൾക്കാരുടെ നമ്മുടെ സന്നിധിയിലാക്കുന്നത്. അവരെല്ലാം എങ്ങനെ തൊട്ട് പ്രസിഡന്റ് തൊട്ട് നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥരും വരെ നമ്മളെ പരിസ്ഥിതി ഗ്രാമപഞ്ചായത്ത് നടത്തുന്നതിനെ ലക്ഷ്യമിട്ടിരുന്നത്. എന്താണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം? അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വരും തലമുറയിലേക്ക് ഈ പരിസ്ഥിതി സംരക്ഷണം എന്ന ഒരു സന്ദേശം എത്തിക്കുക. അതനുസരിച്ച് വേണം അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ഭാവിയിൽ ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നമ്മൾ വെറുതെ ഇനാക്റ്റീവായിട്ടിരിക്കുകയാണ് എങ്കിൽ നമ്മൾ ആദിമ മനുഷ്യരെ പോലെ ജീവിക്കേണ്ട ഒരു സാഹചര്യം വരുമായിരുന്നു. എന്നാൽ നമ്മൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നാം ഈ കാണുന്ന നമ്മുടെ ചുറ്റുപാടും കാണുന്നത് എല്ലാം. അപ്പം നമുക്ക് ഏറ്റവും ആവശ്യം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വികസനമാണ്. വികസനം എന്ന് പറയുമ്പോൾ
സെക്ഷൻ ക്ലാസ്സുകൾ കഴിഞ്ഞു. 4ാമത്തെ സെക്ഷൻ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ ഭക്ഷണം അഴകിലെ അപകടം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത് ശ്രീ സന്തോഷ് അരക്കൽ എംപവർമെൻറ്റ് കോച്ച് എന്ന സാറ്. ഇങ്ങനൊരു പരിപാടി എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഒരു പഞ്ചായത്ത് നേതൃത്വം നൽകിയിട്ട് കുട്ടികൾക്കിടയിലേക്ക് അല്ലെങ്കിൽ സ്കൂളുകളിലേക്കുള്ള ആളുകളെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു പരിസ്ഥിതി ബോധവൽക്കരണ പരിപാടി എന്ന രീതിയിൽ നടന്നു. ആദ്യം തന്നെ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രൊഫസർ പുഷ്പകലാദേവി മാഡത്തെയും അതുപോലെ വൈസ് പ്രസിഡന്റ് ഈ പ്രോഗ്രാമിൻ്റെ കൺവീനർ മനോജ്, ഒപ്പം തന്നെ എന്നെ ഇവിടേക്ക് പരിചയപ്പെടുത്തി അല്ലെങ്കിൽ ഈ കമ്മിറ്റിയുടെ ഈ പ്രോഗ്രാമിൻ്റെ നിർണായകം നയിക്കുന്ന സാറ്, അദ്ദേഹമാണ് ഈ ഒരു സബ്ജക്റ്റ് കൂടി നമുക്ക് ഉൾപ്പെടുത്തിയത്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ കോവിഡിന് മുമ്പ് കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലത്തെ പല സ്കൂളുകളിലും ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അങ്ങനൊരു പരിപാടി പ്ലാൻ ചെയ്തതിന് ആദ്യം തന്നെ പഞ്ചായത്ത് ഭരണസമിതിക്ക് അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന വാർഡ് മെമ്പർമാർക്ക് എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ശരിയായി നമ്മൾ പഠിക്കുള്ളൂ. പഴം, പപ്പടം, പായസം, പഴം, പഴം, പപ്പടം, പായസം, പഴം, പപ്പടം, പായസം. മോളെ എല്ലാം തന്നെ നോക്കണം ഇങ്ങോട്ട് വഴി. പഴം, പപ്പടം, പായസം. മോനേട്ടാ എന്നാ നോക്കട സുന്ദരനങ്ങളാണ്. പഴം, പപ്പടം, പായസം എന്ന് കഴിഞ്ഞാൽ സുന്ദരനല്ലേ. പഴം, പപ്പടം, പായസം, പായസം, പഴം, പപ്പടം, പായസം. ഓ, സമ്മതിച്ചിരിക്കുന്നു. രണ്ടുപേരൊക്കെ സമ്മാനം കൊടുക്കാൻ കരുതി. എന്നാലും കമ്മിറ്റി കുട്ടികൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം. ഇവിടെ പേരൊന്ന് നോട്ട് ചെയ്യണം. ടീച്ചേഴ്സ് അറിയാമല്ലോ നിങ്ങളുടെ ഭാഗത്ത് കുട്ടികളെ. ഓക്കെ, നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞ് ഒന്ന് നോട്ട് ചെയ്യുന്ന പേര് മൈക്കിൽ കൂടെ പറ. നിങ്ങളുടെ പേര് പറയാം. പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ അറിയിച്ചത്. പണ്ട് കാലത്ത് ഇത്രയേറെ ക്യാൻസറുകാരുണ്ടായിരുന്നില്ല, കിഡ്നി ഡാമേജ് ആയി ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല. ആകെ ഇത്തിരി പിന്നെയും ജലദോഷം വയറിളക്കം മാത്രമായിട്ടിരുന്ന ഭൂമിയ. പക്ഷെ അന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ വേറെയായിരുന്നു. ഇന്ന് നിങ്ങൾ കുട്ടികളോട് ഞാൻ ചോദിച്ചോളൂ, വൈകുന്നേരം 4 മണിക്ക് ചായയുടെ കൂടെ ഒരു പപ്സോ ബർഗറോ കിട്ടിയെങ്കിൽ കുറച്ചുകൂടി ഹാപ്പി ആയിരുന്നു. നിങ്ങൾ വീട്ടിൽ പോയി ചോദിക്കണം, നിങ്ങളുടെ പാരൻസ് ഒക്കെ ആ പ്രായത്തിൽ എന്താണ് കഴിച്ചത്. സ്കൂൾ വിട്ട് വരുമ്പോൾ ചേമ്പോ ചേനയോ കാച്ചിലോ അത് തിന്നിട്ടുണ്ടോ? എന്താണെന്നറിയാവോ? ഇഷ്ടമാണോ? അതാണോ പപ്സാണോ ഇഷ്ടം? അതൊരു കുഴപ്പമില്ല. എനിക്ക് വേണ്ട നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ പ്രായം മുതൽ ഡിഗ്രി വരെ നോക്കിയിട്ടുണ്ടാവും. അതിൻ്റെ പുറമെ ഈർക്കിളിയും കീറി പൊളിച്ച് വെച്ചിട്ടുണ്ടാവും. വാക്ക് നന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ നാക്ക് പഠിക്കണം. അപ്പൊ ഈ ഉമിക്കരി ഉപ്പുപൊടിയുടെ സാധനം കയ്യിലെടുത്തിട്ട് ആദ്യം ശനിയാഴ്ച വൈകുന്നേരം. ഈ ശനിയാഴ്ച വൈകുന്നേരം ഈ അയൽപക്കത്തെ വീട്ടിൽ എല്ലാവരും കൂടി സിനിമ കാണാൻ വേണ്ടി പോയിരിക്കും. ചിലപ്പോൾ നോക്കുന്നത് ഒരു കൗതുക പുസ്തകത്തേക്ക് വരും, പഴയ കാര്യങ്ങൾ ഓർക്കണം. അങ്ങനെ ഞങ്ങളൊരു ദിവസം TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് TV-യിൽ ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഉപ്പ് കൊണ്ടാണോ പള്ളി തേക്കുന്നത്? അപ്പൊ മുമ്പിൽ നിന്നുള്ളവരെല്ലാം പറഞ്ഞു അതായത് നമ്മുടെ ഉമിക്കരിയിൽ ഉപ്പുണ്ട്, നിങ്ങൾ ഉപ്പ് കൊണ്ട് പല്ല് തേച്ചാൽ നിങ്ങളുടെ പല്ല് കേടുവരുന്ന ഡോക്ടർ പറഞ്ഞു. മഹാഭാരത പേടിയായി ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് അപ്പാപ്പനോട് പറഞ്ഞു, TV-യിൽ ഗംഗാധര മാഷ് എന്ന് പറഞ്ഞൊരു മാഷിന്റെ വീട്ടിലാണ് TV ഉള്ളൂ. മാഷിന്റെ വീട്ടിൽ TV-യിൽ ഡോക്ടർ പറഞ്ഞു, ഉപ്പിട്ട് പല്ല് തേക്കാൻ പാടില്ല, പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, എന്തോ ഒരു ഗെയിറ്റാണ്. പേരൊന്നും കുറച്ച് സമയം പരസ്യം കാണുമ്പോൾ ഓർമ്മയില്ല. ഗെയിറ്റ് എന്നുള്ള മാത്രം കിട്ടി. കാരണം ഗംഗാധര മാഷിന്റെ വീട്ടിൽ TV-ക്ക് സിനിമ കാണാൻ വേണ്ടി 5 മണി കഴിഞ്ഞാൽ ഗെയിറ്റ് കൂട്ടിയിരുന്നു. ആ ഓർമ്മയിൽ ഗെയിറ്റ്. പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പാപ്പൻ പോയി ഗംഗാധര മാഷിനോട് ചോദിച്ചു, മാഷെ ഈ പല്ല് തേക്കാൻ വേണ്ടി എന്തോ ഗെയിറ്റ് ഉണ്ടെന്ന് TV-യിൽ പറഞ്ഞല്ലോ, ഉപ്പ് കൊണ്ട് തേക്കാൻ പറ്റില്ല, എന്താ സംഭവം? അപ്പൊ മാഷ് പറഞ്ഞു, പുതിയ സാധനമാണ് ടൂത്ത് പേസ്റ്റ്, അത് ഉപയോഗിച്ചിട്ടാണ് പല്ല് തേക്കാൻ പറ്റുക. അങ്ങനെ അന്ന് വൈകുന്നേരം എൻ്റെ അപ്പാപ്പൻ വലിയൊരു ടൂത്ത് പേസ്റ്റുമായിട്ട് വന്നു. ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ്. TV കൂടിയാണ്. ഹാൻഡ് വാഷില്ലേ, ഡിഷ് വാഷുകളുണ്ടോ, ഡിറ്റർജന്റില്ലേ, അതൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കാറുണ്ട് ആളുകൾ. കക്കൂസുകളുടെ ഹാർപ്പിക്കില്ലേ, ഇതൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് സോഡിയം ലോറേറ്റ് സൾഫേറ്റ് എന്ന് പറയുന്ന SLS. ഈ സാധനമാണ് പല്ല് തേക്കുന്ന ബ്രഷ്. കക്കൂസ് എടുക്കുന്ന ബ്രഷിന്റെ മുകളിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. നിങ്ങളുടെ ഞാൻ വളരെ
പഞ്ചസാര പോലെ ഇരിക്കും, തൊട്ട് നക്കിയ നല്ല പുളിയാണ്. ഇതാണ് സാധാരണ നിങ്ങൾ സ്പ്രൈറ്റ്, മെറിൻഡ, ഫാൻഡ പോലുള്ള പുളിപ്പുള്ള നാരങ്ങയുടെ ഓറഞ്ചിന്റെ രുചിയുള്ള ഒരു ബോട്ടിൽ മേടിച്ച് അതിൽ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ടാവും. മക്കളോട് നിങ്ങൾ കസേര അടുത്ത് കാണാൻ താല്പര്യമുള്ളവർ മുന്നിൽ തന്നെ ഇരുന്നു.